NSDL അഥവാ നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. ഇത് സ്റ്റാർട്ടാകുന്നത് 1996 ഓഗസ്റ്റിലാണ്. ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെബിയുടെ തന്നെ ഒരു റെഗുലേറ്ററി ബോഡി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷെയർസ്, അതായത് നമ്മുടെ ഷെയർ മാർക്കറ്റിലെ ഷെയർസിൻ്റെ ഇലക്ട്രോണിക് ഡീമെറ്റീരിയലൈസേഷൻ ആണ്. അതുപോലെ തന്നെ പല നമ്മൾ ഓരോ ട്രേഡ് ചെയ്യുന്നത്, ഓരോ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതെല്ലാം NSDL വഴിയാണ് അപ്രൂവ് ആകുന്നത്. സോ NSDL അത് എപ്പോഴും റെക്കോർഡഡ് ആണ്. ഇത് കൂടാതെ തന്നെ ബോണസുകൾ, ഷെയറുകൾ, ഡിവിഡൻറ്റുകൾ, അതുപോലെ പ്രോഫിറ്റ്സ്, ഇതിൻ്റെ എല്ലാം ഒരു ട്രാൻസാക്ഷൻസിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുക എന്നതാണ് ഈ ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. 4011 കോടി രൂപയുടെ IPO ആണ് ലിസ്റ്റ് ആകാൻ പോകുന്നത്. IPO ലിസ്റ്റ് ആകുന്നത് ജൂലൈ 30 ആയിരിക്കും. ക്ലോസിംഗ് ഡേറ്റ് ഓഗസ്റ്റ് 1 അലോട്ട്മെൻറ്റ് വരുന്നത് ഓഗസ്റ്റ് 4 പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് 760-നും 800-നും ഇടയ്ക്കാണ്. 18 ഷെയറുകളുടെ ഒരു ലോട്ടായിട്ടായിരിക്കും അവൈലബിൾ ആകുന്നത്. ഒരു ലോട്ടിന് ഏറെക്കുറെ 14,400 രൂപയോളം വരും. റീറ്റെയിലേഴ്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ കോട്ട എന്ന് പറയുന്നത് 35%. ഇപ്പോഴത്തെ കറണ്ട് ഗ്രേ മാർക്കറ്റ് പ്രീമിയം 18%. ഫൈനാൻഷ്യൽസിനെ പറ്റി നോക്കുമ്പം ഏറെക്കുറെ 2023 ആയപ്പോഴേക്കും കമ്പനിയുടെ റവന്യൂ 1099 കോടി 81 ലക്ഷം രൂപയാണ്. അത് 2024 ആയപ്പോൾ 1365 കോടി 71 ലക്ഷം രൂപയായിട്ടുണ്ട്. അത് 2025 ആയപ്പോൾ 1535 കോടി 19 ലക്ഷം രൂപയായിട്ടുണ്ട്. ഇനി കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുമ്പോൾ 2023 234.81 കോടിയും 2024 275.45 കോടിയും 2025 343.12 കോടിയുമായിട്ടുണ്ട്. കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാളും 12%, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 25% കൂടിയിട്ടുണ്ട്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഇൻഫർമേഷൻസ് മാത്രം. എപ്പോഴും പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. താങ്ക്